എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBSന്റെ BSc നഴ്സിംഗ് കോഴ്സിൻ്റെ ലാസ്റ്റ് സ്പോട്ട് അലോട്ട്മെൻറ്റ് ഈ മാസം 27-ാം തീയതി LBSന്റെ എല്ലാ ജില്ലയിലുമുള്ള ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ വെച്ച് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. റാങ്ക് ലിസ്റ്റിലുള്ള കാൻഡിഡേറ്റ്സിന് ഈ അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നേരത്തെ അലോട്ട്മെൻറ്റ് വഴി ഏതെങ്കിലും കോളേജസിൽ അലോട്ട്മെൻറ്റ് കിട്ടി കോളേജിൽ ജോയിൻ ചെയ്തവർക്ക് ഈ അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് NOC അതായത് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. നഴ്സിംഗ് ആയാലും പിന്നെ അലൈഡ് ഹെൽത്ത് സയൻസ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സിലും അലോട്ട്മെൻറ്റ് കിട്ടി കോളേജിൽ ജോയിൻ ചെയ്തവർക്ക് ഈ നഴ്സിംഗിൻ്റെ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ എന്താണ്, സ്പോട്ട് അലോട്ട്മെൻറ്റിൽ വെച്ച് അലോട്ട്മെൻറ്റ് കിട്ടുന്നവർ നവംബർ 28-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. സോ ആ ഡേറ്റിനുള്ളിൽ തന്നെ എന്ത് ചെയ്യണം, കോളേജിൽ ജോയിൻ ചെയ്യണം. കാരണം നഴ്സിംഗിൻ്റെ അലോട്ട്മെൻറ്റ്സിൻ്റെ അഡ്മിഷൻസിൻ്റെ ഒക്കെ കട്ട് ഓഫ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് നവംബർ 30-ാം തീയതിയാണ്. സോ എന്താണ്, അതിന് ഉള്ളിലായിട്ട് തന്നെ നഴ്സിംഗിൻ്റെ അഡ്മിഷൻസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ എന്താണ്, അലോട്ട്മെൻറ്റ് കിട്ടുന്നവർ എല്ലാവരും തന്നെ എന്ത് ചെയ്യുക, നവംബർ 28-ാം തീയതിക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്ന കോളേജുകളിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. പിന്നെ ഡേറ്റ് ഒരിക്കലും ഇനി എക്സ്റ്റെൻഡ് ചെയ്യത്തില്ല. കാരണം നഴ്സിംഗ് അലോട്ട്മെൻറ്റ്സ് ക്ലോസ് ചെയ്യുന്നത് നവംബർ 30-ാം തീയതി ആയിരിക്കും. പിന്നെ ടോക്കൺ ഫീസ് എന്ത് ചെയ്യുക, ഇതുവരെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിലൊന്നും കിട്ടിയില്ല, അങ്ങനെയാണെങ്കിൽ സ്പോട്ടിന് പോകാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ടോക്കൺ ഫീസും കൂടെ കയ്യിൽ കരുതുക. പിന്നെ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പോകാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ ഡോക്യുമെൻറ്റ്സ് എല്ലാം എന്ത് ചെയ്യുക, കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. സീറ്റ് വേക്കൻസിയുടെ അടിസ്ഥാനത്തിൽ എന്താണ്, നിങ്ങൾ ഏത് LBSന്റെ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിലാണോ നിൽക്കുന്നത് അവിടെ വെച്ച് തന്നെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഏത് കോളേജസ് ആണോ വേണ്ടത് വേക്കൻസിയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. എന്താണ്, റാങ്കിൻ്റെ ബേസിസിലും പിന്നെ എന്താണ് ഇൻഡെക്സിൻ്റെ ബേസിലും പിന്നെ കാറ്റഗറി റിസർവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഈ സ്പോട്ട് അലോട്ട്മെൻറ്റും എന്ത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ എന്താണ്, ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൻ്റെ നമ്പേഴ്സ് ഒഫീഷ്യൽ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറുകളിൽ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ക്ലാരിഫൈ ചെയ്യാവുന്നതാണ്. ഇതായിരിക്കും എന്താണ് BSc നഴ്സിംഗിൻ്റെ പിന്നെ ബാക്കിയുള്ള നഴ്സിംഗ് കോഴ്സിൻ്റെ എല്ലാം ലാസ്റ്റ് അലോട്ട്മെൻറ്റ്. എല്ലാവരും അന്നേ ദിവസം രാവിലെ 10:30 മുൻപായിട്ട് തന്നെ LBSന്റെ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ എത്തി സ്പോട്ട് അലോട്ട്മെൻറ്റിന് വേണ്ടി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. സ്പോട്ടിന് രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ അന്നത്തെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. LBSന്റെ എല്ലാ ജില്ലയിലുമുള്ള ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ അന്ന് ആ ദിവസം സ്പോട്ട് അലോട്ട്മെൻറ്റ് എന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. സോ എന്താണ്, നിങ്ങളുടെ തൊട്ടടുത്തുള്ള സെൻറ്റേഴ്സിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പോയി ഇതിന് വേണ്ടി രജിസ്റ്റർ ചെയ്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. സോ സീറ്റ് വേക്കൻസിയുടെ അടിസ്ഥാനത്തിലായിരിക്കും എന്ത് ചെയ്യാൻ പറ്റുക, കോളേജസ് ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ ഈ കാര്യം എല്ലാവരും മനസ്സിലാക്കാം. നഴ്സിംഗ് കോഴ്സിന് നേരത്തെ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സ്പോട്ട് അലോട്ട്മെൻറ്റിന് പോകുന്ന എല്ലാവർക്കും അലോട്ട്മെൻറ്റ് കിട്ടണമെന്നില്ല. ഉള്ള സീറ്റ് വേക്കൻസിയുടെ അടിസ്ഥാനത്തിലും പിന്നെ എന്താണ്, ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റിൻ്റെ റാങ്ക്, ഇൻഡെക്സ് പിന്നെ കാറ്റഗറി റിസർവേഷൻസ് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നത്. സീറ്റ് വേക്കൻസിയുടെ കാര്യം ഒഫീഷ്യൽ സൈറ്റിലും പിന്നെ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിലും വച്ച് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും ഇനി എവിടെയൊക്കെയാണ് സീറ്റ് വേക്കൻസീസ് ഒക്കെ ഉള്ളതെന്ന്. സോ എന്താണ്, ഇതാണ് ഈ വർഷത്തെ നഴ്സിംഗ് കോഴ്സിൻ്റെ ലാസ്റ്റ് അലോട്ട്മെൻറ്റ്. സോ എല്ലാവർക്കും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. സോ പുതിയൊരു അപ്ഡേറ്റുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു.